ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആയിരുന്നേ. പ്രത്യേകിച്ച് ഒരിടത്തും പോകാനില്ലാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. പുറത്തോട്ടൊന്ന് ഇറങ്ങിയപ്പോഴും നല്ല രസമുണ്ട്. ഈവനിങ് ആണ്, നല്ല വ്യൂ ഉണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് ഞാൻ അകത്തോട്ട് പോയി. മിറർ കണ്ടാൽ പിന്നെ കുറച്ച് നേരം അതിൻ്റെ മുന്നിൽ നിന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് പോയിട്ടോ. എന്തുണ്ടാക്കും എന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഭയങ്കര ആലോചനയാണ്. അങ്ങനെ അവസാനം തീരുമാനിച്ചു കേട്ടോ എന്തുണ്ടാക്കണമെന്ന്. പനീർ ഇരിപ്പുണ്ട്, അപ്പം പിന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്ന് വിചാരിച്ച്. ഞാനുണ്ടല്ലോ പണ്ട് ഒരുപാട് കേക്ക്സ് ബേക്ക് ചെയ്യുമായിരുന്നേ, പക്ഷേ പിന്നീട് അതങ്ങ് സ്റ്റോപ്പായി. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായി. ഒരു ചീസ് കേക്കാണ് ഇത്. എൻ്റെ റെസിപ്പി അല്ല, ഞാനൊരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയി ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ നോർമൽ ചീസ് കേക്ക് പോലെ അല്ല കേട്ടോ, കുറച്ച് ഹെൽത്തി വേർഷനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസ് ആയിട്ട് ബിസ്ക്കറ്റ്സ് അല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് നട്ട്സ് ആട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ്. ഞാൻ കാര്യം മറന്നുപോയി. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഞാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരുമിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഡേറ്റ്സിൻ്റെ കാര്യം വിട്ടുപോരുത് കേട്ടോ. ഞാൻ വിട്ടുപോയി. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ അതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ബേക്കിംഗ് ട്രേ ആട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതാണ്ട് നല്ല രസമില്ലേ കാണാനായിട്ട്. കേക്ക്സ് പലതരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പനീർ വെച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പം നമ്മൾ ചീസ് അല്ല യൂസ് ചെയ്യുന്നത്, പനീറാണ് യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട്. പനീർ, യോഗേർട്ട്, ഹണി, സ്ക്യൂസ് ഓഫ് ലെമൺ, അത്രയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോർമലി സ്പ്രെഡ് ചെയ്യുമ്പോൾ സ്പ്രെഡ് ചെയ്യുക. ഫൈനൽ ലെയറിന് വേണ്ടിയിട്ട് ഞാൻ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊക്കോ പൗഡർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഉള്ളൂ കേട്ടോ, പണി കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തില്ലേ. പക്ഷേ നമുക്ക് കഴിക്കാറായിട്ടില്ല. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിക്ക് തണുത്ത് അതൊന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഡെക്കറേഷൻസും ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.